ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ മലബാർ സ്പെഷ്യൽ കായ്പോള റെസിപ്പിയാണ്. അപ്പോൾ കൂടുതലൊന്നും നീട്ടാതെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ മതി, പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെയുള്ള ഒരു വലിയ പഴം, നേന്ത്രപ്പഴം, അല്ലെങ്കിൽ എന്താ പറയുക 2 ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് 4 പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉടയാതെ വേണം ഇതുപോലെ കളർ ചേഞ്ച് ആക്കിയിട്ട് നല്ല എന്താ പറയുക വഴറ്റിയെടുക്കാന്ന് പറയില്ല, പഴം നല്ല വഴറ്റിയെടുത്ത് വേണം, അപ്പോൾ ഉടയാൻ പാടില്ല. ഇനി ആ പഴം മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നട്ട്സ്, എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ്, അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക, പക്ഷേ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്ര സാധനങ്ങളെ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ആയതിനു ശേഷം അത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി എന്താ പറയുക കോരി മാറ്റുക. അതിനുശേഷം ഈ പാന് നിങ്ങൾ കഴുകണ്ട. ഈ പാനുള്ള നെയ്യ് അതിൽ തന്നെ നിന്നോട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മളിനി കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്യേണ്ട. ഈ ഒരു നെയ്യ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് പാലാണ്. 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ്, 2-2.5 ടേബിൾ സ്പൂണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 നുള്ള് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ക്രീമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. ആ മുട്ടയുടെ പത വരുന്നവരെ അടിച്ചെടുക്കണം. ഇനി ആ പഴം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ, വേറെ നന്നായിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തവയുണ്ടല്ലോ, ആ തവ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ പഴമൊക്കെ എല്ലാവരും ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇച്ചിരി ഫ്ലെയിം കൂടുമ്പോഴേക്ക് എന്താ പറയുക കരിഞ്ഞു പോകും. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കിസ്മിസ്, അണ്ടിപ്പരിപ്പൊക്കെ ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ആദ്യമേ ഇട്ട് കൊടുക്കാത്തത് ഞാനത് താഴ്ന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യമേ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. കാരണം വെച്ചാൽ എന്താ പറയുക നമ്മുടെ മുട്ട ആയതുകൊണ്ട് വേവാൻ കുറച്ചൊരു ടൈം എടുക്കും. പെട്ടെന്ന് വേവും, എന്നാൽ ഉള്ളു വേവാൻ ടൈം എടുക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് നമ്മുടെ മേൽഭാഗം എന്തായാലും വന്നിട്ടുണ്ടല്ലോ, ഒന്ന് വേറൊരു തവ എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആ സൈഡും കൂടെ ഒന്ന് വേണമല്ലോ. ഒരിക്കലും നമ്മൾ എന്താ പറയുക നമ്മുടെ ചട്ടുകം കൊണ്ട് ഒന്നും കോരിയെടുക്കാൻ പാടില്ല, പൊട്ടിപ്പോവും. എനിക്ക് സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊട്ടിപ്പോവും. അപ്പോൾ ഇനി ഈ സൈഡും കൂടെ ഒന്ന് വെന്തോട്ടെ. കാരണം വെച്ചാൽ ചെറുതായിട്ടൊന്ന് അടിയൊന്ന് കളർ ചേഞ്ച്, ഒരു കരിഞ്ഞ ചേഞ്ച് വരും കേട്ടോ. എന്തായാലും പഴവും മുട്ടയും പഞ്ചസാരയൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ആ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് എന്താ പറയുക കായ്പോള റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച്, വീണ്ടും കൂടുതൽ കുറച്ച് ഡാർക്കായി വന്നിട്ടുണ്ട് അടിഭാഗം. മേൽഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, പൊതുവെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്ന് വെച്ചാൽ മലബാറിൻ്റെ ഒരു സ്പെഷ്യൽ, നമ്മുടെ നോമ്പ് കാലത്തൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ സൈഡിലത്തൊക്കെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണ്ടേ. ഈ പഴം ഉടച്ചിടുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഉടയാതെ ഇതുപോലെ നമുക്ക് ഇത് നട്ട്സും പഴവും എന്താ പറയുക കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നട്ട്സ് ഒരുപാട് തിക്നെസ്സിലാക്കിയിട്ടില്ല, കാരണം ഞാൻ ഒറ്റൊരു പഴമല്ലേ എടുത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.